The Real FM 103.6. ശ്രദ്ധ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന യുവജനങ്ങൾ. അവരുടെ ജീവിതത്തിന്റെ വഴികൾ പലതായിരിക്കാം. പക്ഷേ അവരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒരേ നിറമാണ്. ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ 2000 ഓഗസ്റ്റ് 12 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് യുവാക്കൾ. രാജ്യത്തിന്റെ വർത്തമാനകാല പുരോഗതിയും ഭാവിയിലേക്കുള്ള മുന്നേറ്റവുമെല്ലാം യുവജനങ്ങളുടെ കഴിവുകളെയും മനോഭാവത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ നിന്നാദ്യം മൈ ഭാരത് ഡെപ്യൂട്ടി ഡയറക്ടർ കോഴിക്കോട് സനൂപ് സി. ലോകം മുഴുവൻ അന്താരാഷ്ട്ര യുവജന ദിനം ആചരിക്കുന്ന ദിവസം. ചെറുപ്പക്കാരുടെ ഊർജത്തെയും ആശയങ്ങളെയും സ്വപ്നങ്ങളെയും ആഘോഷിക്കാൻ ഐക്യരാഷ്ട്രസഭ മാറ്റിവെച്ച ഒരു ദിവസം. കാരണം യുവത്വം നാളെയുടെ നേതാക്കൾ മാത്രമല്ല, അത് ഇന്ന് ഈ നിമിഷം മാറ്റം കൊണ്ടുവരുന്നവർ കൂടിയാണ്. ഈ വർഷത്തെ തീം ഇതാണ്: വ്യത്യസ്ത സാഹചര്യങ്ങൾ, ഒരേ സ്വപ്നങ്ങൾ. ചിന്തിച്ചു നോക്കൂ, കടലോരത്തെ ഒരു ഗ്രാമത്തിൽ വളരുന്ന ഒരു ചെറുപ്പക്കാരൻ, കോളേജ് ക്ലാസ് മുറിയിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, മലമുകളിലെ ഒരു കൊച്ചു വീട്ടിൽ ആദ്യമായി പഠിക്കാനിറങ്ങുന്ന ഒരാൾ. ഇവരൊക്കെ വളരുന്നത് വേറെ വേറെ ലോകങ്ങളിലാണ്. അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഒരേ കാര്യങ്ങളാണ്: അന്തസ്സോടെ ജീവിക്കണം, നല്ല വിദ്യാഭ്യാസം വേണം, ഇഷ്ടപ്പെട്ട ഒരു ജോലി വേണം, തങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ ഒരു അവസരം വേണം, നല്ലൊരു നാളെ വേണം. ഈ വ്യത്യാസങ്ങൾ നമ്മളെ അകറ്റാനല്ല, കൂടുതൽ അടുപ്പിക്കാനാകണം. ഒരൊറ്റ ചെറുപ്പക്കാരനും പിന്നിലാവരുത്. അതാണ് ഈ ദിവസം നമ്മളോട് പറയുന്നത്. ഇതേ ഒരു ലക്ഷ്യത്തിലാണ് മേരാ യുവ ഭാരത് മൈ ഭാരത് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന്റെ ഒരു സംരംഭമാണിത്. ചെറുപ്പക്കാരുടെ ഊർജത്തെ നാടിന്റെ ആവശ്യങ്ങൾക്കായി ചേർത്ത് വയ്ക്കുന്ന ഒരു വേദി. നിങ്ങൾ കാണുന്ന സ്വപ്നം, അത് ചെയ്തു തീർക്കാനുള്ള ഒരു അവസരവും ഇവ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. നിങ്ങളുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കാം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലയുണ്ട്, നിങ്ങൾ ചെയ്യുന്നതിന് ഒരർത്ഥമുണ്ട്. വരൂ, വികസിത ഭാരതത്തിന്റെ ഭാഗമാകൂ. നമ്മുടെ ചെറുപ്പക്കാർ തന്നെ പടുത്തുയർത്തുന്ന ഒരു ഇന്ത്യ. സമൂഹത്തിന്റെ ഓരോ മേഖലയിലും പുതിയ തലമുറയുടെ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് തികച്ചും ആശാവഹമാണെന്ന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ഷംല ഹംസ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാ സംഭവങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയൊക്കെ ആയിരിക്കും അല്ലേ. ലൈക്ക് വുമൻസ് ഡേ ആണെങ്കിലും ഫാദേഴ്സ് ഡേ, ഫ്രണ്ട്ഷിപ്പ് ഡേ, വാലന്റൈൻസ് ഡേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം യൂത്ത് ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളത് തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കാലത്തെ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികളുടെ അത്ര അറിവ് അന്നത്തെ ചെറുപ്പത്തിലെ കുട്ടികൾക്കില്ല തീർച്ചയായിട്ടും. കാരണം ഇന്നുള്ള സംവിധാനങ്ങൾ അന്നില്ല, ഇന്നത്തെ ഇൻഫർമേഷൻ തരുന്ന സംവിധാനങ്ങൾ അന്നില്ല. ഇന്നെല്ലാം വിരൽത്തുമ്പിലാണെന്ന് പറയില്ലേ. പക്ഷേ അതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. ഇന്നത്തെ കുട്ടികൾ ഭൂരിഭാഗവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, നമ്മളെക്കാൾ കൂടുതൽ ലോകവിവരം അവർക്കുണ്ട്. ഇപ്പോഴത്തെ യുവാക്കളും യുവതികളും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരുപാട് പ്രയത്നിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരാഗ്രഹിച്ചത് നേടിയെടുക്കാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു നോക്കിയാൽ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. മേക്കപ്പ് ചെയ്യുന്ന കുട്ടികൾ, ഫാഷൻ, അതുപോലെ IT സ്കിൽസ്, ഹാക്കിംഗ് സ്കിൽസ്, നമ്മുടെ പൊളിറ്റിക്കൽ നോളജ്, ജനറൽ നോളജ്, ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇൻസ്ട്രക്ടേഴ്സ്, ജിമ്മ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ്. അപ്പം അവരൊക്കെ നമുക്ക് ഒരുപാട് നോക്കിക്കാണാൻ പറ്റുന്ന കുട്ടികളാണ്. എല്ലായിടത്തെ കുട്ടികളും നമ്മുടെ കുട്ടികളെ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. യൂത്ത് ഡേ തീർച്ചയായിട്ടും യൂത്തന്മാരെയും എല്ലാവരെയും സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ യുവാക്കൾക്ക് മുൻപിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അതിനെ കൃത്യമായി തിരിച്ചറിയുകയും ഉപയോഗപ്പെടുത്തുകയും വേണം. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്ത് ഐക്കൺ പുരസ്കാര ജേതാവും വാക്കിംഗ് ഡോക്യൂസ് ചാനൽ സ്ഥാപകയുമായ നിലീന അത്തോളി. മാധ്യമപ്രവർത്തകർ എന്നുള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളൊന്നല്ല ഞാൻ. പക്ഷേ ഫോട്ടോഗ്രാഫിനോട് വളരെ നല്ലൊരു കമ്പം എനിക്കുണ്ടായിരുന്നു. സാമൂഹിക ബോധത്തോടു കൂടി നമ്മളോട് പെരുമാറാനും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കരിയറിനെ കൊണ്ടുപോകാനും സമൂഹത്തിൽ ഇടപെടാനും കൂടി പ്രേരിപ്പിച്ച ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും കൂടി ജീവിച്ചു വളർന്ന നാട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടായിരുന്നു.
അതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ കരിയർ എന്ന് പറയുന്നത്. അപ്പം കിട്ടിയ അവസരത്തെ, എല്ലാവർക്കും ഈ അവസരം കിട്ടണം എന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു കോളേജിലെയോ സ്കൂളിലെയോ ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരാളോ ആയിരുന്നില്ല. പക്ഷെ ജീവിതവും മറ്റു സാഹചര്യങ്ങളും ഭാഗ്യവും കഠിനാധ്വാനവും അങ്ങനെ എല്ലാം കൂടി ചേർന്ന് കുറച്ച് നല്ല അവസരങ്ങൾ വന്നു. ആ അവസരങ്ങൾ നമ്മൾ നന്നായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്ന് കരുതി നമ്മൾ എല്ലാവരെക്കാളും ബെസ്റ്റ് ആ ഫീൽഡിൽ ആവണം എന്നില്ല. അതായത് യുവാക്കളോടും യുവതികളോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് അവസരങ്ങൾ വരും. ആ അവസരങ്ങളെ നമ്മൾ ആത്മാർത്ഥതയോടും അതോടുകൂടി തന്നെ അർപ്പണബോധത്തോടുകൂടിയും അതിനെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉയരങ്ങളിൽ എത്താൻ പറ്റും. മാത്രവുമല്ല, ഒരു സാമൂഹിക പ്രതിബദ്ധതയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുറകെ വരുന്ന ഒരു ജനറേഷനും കൂടി അത് ഉപകാരപ്പെടും. അപ്പൊ ആ രീതിയിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികളും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ നന്നായി തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക, രാഷ്ട്രീയ ബോധത്തോടു കൂടി ജീവിക്കുക. പുതിയ ജെൻസി വിപ്ലവം തന്നെ അതിനുള്ളൊരു ഉദാഹരണം കൂടിയാണല്ലോ. കാലം മാറുമ്പോൾ അതിനൊപ്പം മാറുകയും ആവശ്യമെങ്കിൽ കാലത്തെ മാറ്റിമറിക്കാനും ഇന്നത്തെ യുവത്വത്തിന് സാധിക്കുമെന്നതിൽ സംശയമില്ല. കേരള സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത്. ഈ വർഷത്തെ യുവജന ദിനത്തിന്റെ ഭാഗമായിട്ട് ഉള്ള തീം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകളിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പല യുവാക്കള് പല യുവതികളൊക്കെ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ദർ ആസ്പിറേഷൻസ് ആർ സെയിം. ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അവര് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങൾ ഇത് സെയിം ആണെന്നല്ല, ഇറ്റ് കുഡ് ബി ഡിഫറെന്റ് ഓൾസോ. പക്ഷെ അതിലേക്ക് എത്തിച്ചേരാനുള്ള അവരുടെ അവകാശം തുല്യമാണ്. ആത്മാഭിമാനത്തോടെ ജീവിക്കുക, അവസരങ്ങൾ കയ്യിൽ കിട്ടുക, ഇതൊക്കെയാണ് ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഏതൊരു ലോകത്തിന്റെ ഏത് മൂലയ്ക്കുണ്ടെങ്കിലും ഉള്ള ഏതൊരു വ്യക്തിക്കും, ഒരു പൗരനും വേണ്ടുന്ന അവകാശം. അത് ഇന്നത്തെ യുവതലമുറ കുറെ കൂടെ അതിനെപ്പറ്റി അവെയറാണ്. അവരുടെ ഭാഷ വ്യത്യസ്തമായിരിക്കും, അവർ പ്രകടിപ്പിക്കുന്ന രീതികൾ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ബോയിൽസ് ഡൗൺ ടു ദ സെയിം തിങ്. നമ്മളുടെ ഉള്ളിലുള്ള ഒരു സമത്വം എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് വരുന്നത്. ഇന്ന് ഒരു അസമത്വം ജസ്റ്റ് ബിക്കോസ് യു ഡോണ്ട് ഹാവ് ആക്സസ്, അത് പാടില്ല. അതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം. പണ്ട് കാലത്ത് ആക്സസ് ഇല്ലായ്മ ഒരു റിയാലിറ്റി ആയിരുന്നു, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ചിലർക്ക് ആക്സസ് ഇല്ല, ചിലരുടെ അവസ്ഥ അങ്ങനെയാണ്. ഒറ്റപ്പെട്ട ചില ഗ്രാമങ്ങളിൽ അവിടെ ആക്സസ് ഇല്ല, അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന കുടുംബം അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലം ഇതുകൊണ്ട് ചില കാര്യങ്ങളിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ നിയോഗമില്ല എന്ന് പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊരു ആക്സെപ്റ്റബിൾ എക്സ്ക്യൂസേ അല്ല. എവിടെയാണെങ്കിലും, എവിടെ, ഏത് പശ്ചാത്തലത്തില്, ഏത് കുടുംബത്തില്, എങ്ങനെ ജനിച്ചാലും, ഏത് ജാതി മതം എന്താണെങ്കിലും നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള അവകാശങ്ങളുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് നേടിയെടുക്കാനുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടേണ്ടതായിട്ടുണ്ട്. അത് തിരിച്ചറിയുകയും ഇനി അഥവാ അതിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മൾ ഈ ഒരു ദിനത്തിൽ ഊട്ടിയുറപ്പിക്കേണ്ട ഒരു തോട്ട്. അതിലേക്ക് നമ്മൾ എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാന്നുള്ളതുമാണ്. നമ്മൾ ചിലപ്പോൾ എത്രയോ ജനറേഷൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ ഉണ്ടാവും, അത് തിരുത്തേണ്ടതുണ്ടാവാം. നമ്മുടെ ശീലങ്ങൾ ചിലപ്പോൾ കറക്റ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ സിസ്റ്റംസ്, നമ്മുടെ ഗവേണൻസ്, നമ്മൾ സംസാരിക്കുന്ന ഭാഷ, ഇപ്പോൾ ജെൻസി, ജെൻ ആൽഫ എന്നൊക്കെ പറയാം, അവരുടെ ഭാഷ ഡിഫറെൻ്റ് ആണ്, അവർ സംസാരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പോൾ യുവജനക്ഷേമത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ പോലും പലപ്പോഴും സംസാരിക്കുന്നത് ഒരു 70 വയസ്സുകാരന്റെ ഭാഷയിലാണ്. അപ്പൊ ഇതൊക്കെ തിരുത്തേണ്ടതായിട്ടുണ്ട്. അവര് നമ്മുടെ ഭാഷ സംസാരിക്കണം എന്നല്ല, പുതിയ തലമുറയുടെ ഭാഷ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരു പ്രയാണത്തിന്റെ തുടക്കമാവട്ടെ ഈ ഒരു ദിന ആചരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ യങ്സ്റ്റേഴ്സ് ഔട്ട് ഹിയർ. ഓരോ രാജ്യത്തിന്റെയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. ലോകത്തിന്റെ എല്ലാ കോണുകളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന എല്ലാ യുവജനങ്ങളുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യട്ടെ. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം MK ദിലീപ്. ശ്രദ്ധ.